ഹലോ, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ഉണ്ടാട്ടോ. നല്ല ടേസ്റ്റിയായ പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതിനൊരു കപ്പ് പുട്ടലരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ. വെള്ളമൊക്കെ തോർന്ന് പോയതാണ്, വെള്ളം ഒട്ടുമില്ലാതെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നന്നായി വറുത്തെടുക്കാം കേട്ടോ. നല്ല ചൂടായ ചട്ടിയിലിട്ട് വറുത്തെടുക്കാം. അരി വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. 5 മിനിറ്റൊക്കെ വറുത്തെടുക്കാൻ ആവശ്യം വരും കേട്ടോ. നല്ല ചൂടിൽ വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണേ. ഉപ്പ് ഞാൻ ഇതേപോലെ വറുത്തിട്ട് പൊടിച്ചെടുക്കുക ചെയ്യാറുള്ളൂ കേട്ടോ. കല്ലുപ്പ് വാങ്ങിച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് ചൂടാക്കി എടുക്കും കേട്ടോ. വെള്ളമൊക്കെ വറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് പൊടിച്ചെടുക്കാം കേട്ടോ. വറുത്തെടുത്ത അരി നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചെടുക്കാം കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ആറാൻ നിൽക്കരുതേ, വീണ്ടും വെള്ളം വരുള്ളൂ. ഇനി നമുക്ക് അരി വറുത്തെടുത്ത അരി പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ച പൊടിയിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ അല്ല കേട്ടോ, സ്പൂണ് ചോറ് അരച്ചെടുത്താണ് കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായി അരച്ചെടുത്തുകൊണ്ട് നമുക്കത് കുഴച്ചെടുക്കാം കേട്ടോ. പുട്ടിനെ പൊടി നനച്ചെടുക്കില്ല, അതേപോലെ നനച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ. നനച്ചെടുക്കാം കേട്ടോ. ഒന്ന് നല്ല തിരുമ്മിയെടുക്കാം കേട്ടോ, തേങ്ങയും മാവും പാടെ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അധികം നേരമൊന്നും ആവിക്കയറ്റൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വറുത്ത് പൊടിച്ച പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറിയുടെ മുട്ടക്കറിയുടെ പഴവും പുട്ടുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കണേ.